വികസനത്തിന്റെ പേരിൽ കുടിയിറക്കൽ ഭീഷണി നേരിടുകയാണ് തേവര സ്വദേശികളായ ജാൻസിയും കുഞ്ഞുമോനും. തേവര അറ്റ്ലാന്റിസ് ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇവരുടെ ഭൂമി ഏറ്റെടുക്കുന്നത്. സർക്കാർ ഇതുവരെ പട്ടയം അനുവദിക്കാത്തതിനാൽ നഷ്ടപരിഹാരം പോലും കുടുംബത്തിന് ലഭിക്കില്ല. പുനരധിവാസം തരാം, 1.5 സെന്റ് സ്ഥലം ഇങ്ങനെ തരാമെന്ന് പറഞ്ഞതാണ്. ഇവ ലാസ്റ്റ് വന്നപ്പോൾ ആരും ഒന്നും തന്നില്ല. എല്ലാവരും കൈയൊഴിഞ്ഞ് പുറമ്പുകാർക്ക് ഒന്നും കൊടുക്കാൻ നിവർത്തിയില്ല. 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇനി ഇത്രയും പ്രായമായി ജോലി എടുത്തൊരു വീടുണ്ടാക്കാൻ വാടക കിടക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പെരുവഴിയാണ്. കുഞ്ഞുമോനും കുടുംബവും 55 വർഷമായി തേവരയിലെ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. വായ്പ എടുത്തു വെച്ച വീടാണ്. തേവര അറ്റ്ലാന്റിസ് ഓവർബ്രിഡ്ജ് നിർമ്മാണം ആരംഭിക്കുമ്പോൾ വീട് വിട്ടിറങ്ങേണ്ടി വരുമെന്നാണ് ആശങ്ക. വികസനത്തിന് വഴിമുടക്കാൻ കുഞ്ഞുമോനും താൽപ്പര്യമില്ല. എന്നാൽ ന്യായമായ നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. പട്ടയം ശരിയാക്കി തരാമെന്ന് ജനപ്രതിനിധികൾ പലരും പറഞ്ഞെങ്കിലും അവസാനം കാലുമാറി. ഇതോടെയാണ് കുടുംബം പ്രതിസന്ധിയിലായത്. ഇത് വന്നിട്ട് 10 വർഷം ഈ പാലം വന്നെന്ന് പറയുന്നുണ്ട്. ഞങ്ങളിവിടെ 55 വർഷമായിട്ട് താമസിക്കുന്നതാണ്. ചെറ്റപ്പേര ഇറങ്ങുന്നു. അപ്പോൾ ഫാദറൊക്കെ കുറേ ഓടി കിടന്ന സമരത്തിനൊക്കെ പട്ടയത്തിന് വേണ്ടി. പക്ഷെ ശരിക്കും ഇവിടെ പട്ടയം തരാം. പക്ഷേ വില്ലേജ് ഓഫീസിൽ ചെന്ന് വരുമ്പോൾ ഭയങ്കര കളികളാണ്. അവരെ എന്തെങ്കിലും തോട് പുറമ്പോക്കാണെന്നൊക്കെ പറഞ്ഞ് 2013 ആക്റ്റാണ് പറയണത്. തോട് പുറമ്പോക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കണേ. നിങ്ങൾക്ക് പുനരധിവാസമാണ് പറയണത്. ഈ പുനരധിവാസം എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വന്നിരുന്നു. ഈ 5 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ എവിടെ ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഒന്നുമില്ല. എല്ലാവരും കൈയൊഴിഞ്ഞു. ഞങ്ങൾ ശരിക്കും ഒരു കൂരിട്ടാണ്. ഞങ്ങൾ പിടിയിൽ നിന്ന് പൊളിച്ചു പോയി. ഞങ്ങൾ എന്ത് ചെയ്യും? ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് സർക്കാരിലേക്ക് വന്നു ചേരുന്നത്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ പരിഗണിച്ച് അടിയന്തര സഹായം വേണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. 24 കൊച്ചി.